നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരിലാണ്. ഗുരുവായൂർ പുതിയ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട കാറൽമണ്ണ തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാടുമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം തിരിക്കും. നമസ്കാരം. ഗുരുവായൂർ പുതിയ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ് ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് വീണപ്പോൾ തോന്നിയത്? ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നല്ലാണ്ട് അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ. ഭഗവാന്റെ ഒരു മഹാകാരുണ്യം. ഗുരുവായൂരൊന്ന് വന്ന് തൊഴാന്നുള്ളത് തന്നെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുണ്യമാണ്. നമുക്ക് ഇത്രയും തിരക്ക്, ഇത്ര ജനലക്ഷങ്ങൾ വരുന്ന ഒരു ക്ഷേത്രത്തിൽ നമുക്കൊന്ന് വന്ന് തൊഴുത് പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ ഞങ്ങളുടെ ഇല്ലത്തേക്ക് വലിയൊരു മഹാഭാഗ്യമായിട്ട് ഗുരുവായൂരപ്പൻ ഈ മേൽശാന്തി സ്ഥാനം ഇതിനു മുമ്പ് നൽകിയിട്ടുള്ളത് എൻ്റെ അനിയനും ഇപ്പോഴത്തെ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് മേൽശാന്തിയുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കാണ്. അദ്ദേഹം 2010 ഇവിടെ ഗുരുവായൂർ ഇതേപോലെ തന്നെ ഈ ഏപ്രിൽ മാസം മുതൽ തുടങ്ങുന്ന ഉഴത്തിൽ അദ്ദേഹം മേൽശാന്തിയായിട്ടുണ്ട്. അന്ന് ഏകദേശം 6 മാസം മുഴുവനായിട്ടും കുറച്ച് ദിവസങ്ങൾ മാത്രമേ കുറവുണ്ടാവുള്ളെങ്കിലും അന്ന് മുഴുവൻ മേൽശാന്തിയുടെ കൂടെ നിന്നിട്ട് ഇവിടെ ഭഗവാനെ സേവിക്കാനുള്ളൊരു മഹാഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ശബരിമലയിൽ മേൽശാന്തിയായിട്ടുണ്ട്. 2016-17 കാലയളവിൽ അദ്ദേഹം അവിടെ ശബരിമലയിൽ മേൽശാന്തിയായുള്ള അദ്ദേഹം. അങ്ങ് പൂജ പിടിച്ചതും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? പൂജ ആദ്യം വശാക്കിയതൊക്കെ അച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. അച്ഛൻ തെക്കുംപറമ്പ് വാസുദേവൻ നമ്പൂതിരി, അദ്ദേഹത്തിൽ തന്നെയാണ് പാലപാഠങ്ങൾ വശാക്കിയത്. പിന്നീട് വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹത്തിൽ നിന്നും പൂജകളെ കുറച്ച് കൂടുതലായിട്ട് വലിയതായിട്ടൊന്നല്ല ഈ പറയണത്, എങ്കിൽ പോലും അദ്ദേഹത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ വശമാക്കിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ പഠനത്തിന് ശേഷം ഞാൻ ബോംബെയിലായിരുന്നു കുറച്ച് കാലം. 10-20 വർഷത്തോളം ബോംബെയിൽ അവിടെ ഗോരഗോൺ ബംഗൂർ നഗർ അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി അവിടെ ശാന്തി ചെയ്തിരുന്നു. അതിനുശേഷം നാട്ടിൽ 2008 നാട്ടിലെത്തി. ഇവിടെ ഭാഗവത സപ്താഹ രംഗത്തും കുറേശ്ശെ സജീവമായിരുന്നു. അതിനുശേഷം 2011 മുതൽ ചെർപ്പളശ്ശേരി ഇല്ലിക്കോട്ടുകുറിശി ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയായി ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്കാദമിക്കൊക്കെ ആയിട്ട് പഠനം ഞാൻ 10ാം ക്ലാസ് വരെ തന്നെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ പല രീതിയിലുള്ള പല മേഖലകളിലേക്കും വർക്ക് ചെയ്തിട്ടുണ്ടെന്നല്ലാണ്ട് വിദ്യാഭ്യാസം അത്ര തന്നെയാണ് കാര്യമായിട്ടുണ്ടായിട്ടുള്ളത്. കുടുംബത്തിൽ വേറെ ആരെങ്കിലും, ഇപ്പോൾ ബ്രദർ കൂടാതെ വേറെ ആരെങ്കിലും? ഞങ്ങൾ 6 മക്കളാണ്. മൂത്തത് ജ്യേഷ്ഠനാണ്. ആ ജ്യേഷ്ഠൻ കുറച്ച് വർഷം ഇവിടെ അങ്ങാടിപ്പുറം തിരുമാന്താംകുന്നിൽ ഭഗവതി ക്ഷേത്രത്തിൽ പൂജ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പെരിന്തൽമണ്ണയ്ക്കടുത്ത് ആനമങ്ങാട് കുന്നമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇപ്പോൾ നിലവിൽ മേൽശാന്തിയാണ്. പിന്നെ ഒരു സഹോദരിയാണ്, മൂത്തത് സഹോദരിയാണ്, പിന്നെയാണ് ജ്യേഷ്ഠൻ. മൂത്ത സഹോദരി രാമപുരം തെക്കേടത്ത് മനക്കിലാണ്. പിന്നെ ഒരു സഹോദരി ഉള്ളത് ചാലക്കുടി നടുവത്ത് മനക്കിലാണ്. പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠൻ കലാമണ്ഡലം ഹരി നമ്പൂതിരി, അദ്ദേഹം കഥകളി സംഗീതം കലാമണ്ഡലത്തിൽ അഭ്യസിച്ച് ഇപ്പോൾ അതായത് നൃത്തവും സംഗീതവും ഒക്കെ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ അനിയൻ നിലവിൽ അദ്ദേഹം അയ്യപ്പൻകാവ് മേൽശാന്തിയാണ്. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി കൂടിയാണ്. വൈഫ് ശ്രീജ എന്നാണ് പേര്. കോഴിക്കോട് ജില്ലയിലെ മുക്കം കാഞ്ഞിരത്തോട്ടം ഇല്ലത്താണ് അവരുടെ ജനനം. അവർ വളർന്നിട്ടുള്ളത്. ചെർപ്പളശ്ശേരിക്ക് അടുത്തുള്ള മാങ്ങോട് ALP സ്കൂളിലെ ടീച്ചറാണ്. ഒരു മോനാണ്. ശ്രീനാഥ് എന്നാണ് പേര്. അയാൾ ബാംഗ്ലൂർ ഒരു ഫാർമ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ 6 മാസം ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള ഒരു സമയമാണ്. തീർച്ചയായിട്ടും. എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്? ഗുരുവായൂരപ്പൻ നൽകിയൊരു മഹാഭാഗ്യം. യാതൊരു വിധത്തിലുള്ള വിഘ്നങ്ങളും കൂടാതെ, വീഴ്ചകളും കൂടാതെ അത് 6 മാസക്കാലം ഭഗവാനെ സേവിച്ചുകൊണ്ട് കഴിയാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് തന്ത്രിവര്യന്മാരുടെയും എല്ലാവരുടെയും സജ്ജനങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും അങ്ങക്ക് ഈ പറഞ്ഞ യാതൊരു വിഘ്നങ്ങളും കൂടാതെ ഗുരുവായൂരപ്പനെ സേവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. US മീഡിയയ്ക്ക് വേണ്ടി ഉമാശങ്കർ എഴുമങ്ങാട്. നന്ദി, നമസ്കാരം. പക്ഷേ അമ്പലത്തിൽ വാങ്ങുന്നില്ല സൗകര്യം
കുറവായിരിക്കും